soon realized that the 82 remaining men had one chance of survival. That was air support. Acting without regard of his own life, he grabbed the radio and charged up Hill 222 alone. He needed to be there. It was the only place to get reception. He withstood a storm of enemy bullets, eventually reaching the top, where he spent the next 8 hours calling in tactical strikes completely exposed. An hour in, an enemy sniper shot rang out and the bullet tore through his right leg violently. He was in bad shape. Terry disregarded that and pushed through, and after 7 more hours of calling in American fire from above, the enemy retreated. Later that day, his team found him with both eardrums totally ruptured and a mangled right leg and foot, but still barely living, but living nevertheless. Due to above and beyond the Call of Duty, 82 men, Alpha Company survived this battle, including 2 in this room, Norm Meyer, Dave Hemmer. Where are you? Do you understand that, Norm and Dave? Where's Norm and Dave? And the story's 100% correct. How much have you paid him over the years? Have you said, take everything we have, we wouldn't be here, right? That's great. That's a great story. Terry, today, you enter the ranks of the bravest warriors ever to stride the face of the earth. Please stand up, please. Thank you. That's a great, brave man. I met him back there. He said, he's Central Casting. He looks great. He looks great. You feel like, I think we could take him today. What do you think, Pete? We'll make a little deal with him, as you are a brave man. Finally, we honor one more American soldier, fallen warrior of the world. മാധ്യമങ്ങളെ കാണുകയായിരുന്നു പശ്ചിമേഷ്യയിൽ എപ്പോഴും സ്ഥിതി സങ്കീർണമാണ്. സൈനിക നടപടി തുടരുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പുകൾ ഇറാൻ അപകരിച്ചു. വേഗം കടലിൽ ട്രംപ് നിലപാടെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഉമ ചെയ്യുന്നുണ്ട്. ഉമ, ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത്. സ്ഥിതി സങ്കീർണമാണ്. സൈനിക നടപടി തുടരുമെന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ട്രംപിന്റെ പ്രതികരണം പോലെ തന്നെ 4 ആഴ്ച യുദ്ധം തുടരും. അതും അധികം പ്രശ്നകാലം വളരെ കൂടുതലായിരിക്കും. തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് മാസങ്ങളെ കാണുകയായിരുന്നു. ട്രംപ് പറയുന്നത് 4 ആഴ്ച യുദ്ധം തുടരുന്നത് വലിയ പ്രത്യാഘാതമുള്ള ആക്രമണമായിരിക്കും ഇറാൻ നേരിടാൻ പോകുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, കരയുന്ന സാധ്യത സർവ്വതയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അമേരിക്കൻ മുന്നറിയിപ്പ് ഇറാൻ അവഗണിച്ചെന്നും ഇറാന്റെ മിസൈൽ ശേഖരണം തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരായ സൈനിക നീക്കം വെറും തുടക്കം മാത്രമാണെന്ന് വരാനിരിക്കുന്നത് അതിശക്തമായ ആക്രമണ പരമ്പര ആയിരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, ഇറാൻ ഇതുവരെ തങ്ങൾ കഠിനമായി നേരിട്ട് തുടങ്ങിയതിലെന്നും വലിയ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, രാജ്യത്തെ ആക്രമണങ്ങളിൽ തന്നെ ഇറാനിലെ സൈനിക തലത്തിലുള്ള പ്രധാന നേതാക്കളെ വധിച്ചിരുന്നു. 4 ആഴ്ച കൊണ്ട് ദൗത്യം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. നിലവിൽ നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് ഈ അമേരിക്കൻ സൈനിക നീക്കം മുന്നോട്ട് പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ
കൊച്ചിയിലെത്തി അബുദാബിയിലെത്താം. അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി ആശ്വാസകരമായ വാർത്തയാണ് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അച്ഛന കേൾക്കാൻ പറ്റും. ഇവിടുന്നുള്ള വാർത്ത കേൾക്കുന്നത് എല്ലാം കേൾപ്പില്ലായിരുന്നു. അതുപോലെ അവിടെ ഒന്നും സംഭവിക്കില്ല. വെടിപ്പാ